ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മോഹൻലാലിൻ്റെതായിട്ട് അടുത്തായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് എന്നതിനേക്കാൾ ഉപരി സത്യൻ അന്തിക്കാട് ലാലേട്ടൻ കോംബോ, അതിലാണ് എല്ലാവർക്കും പ്രതീക്ഷ. ഈ തുടരെന്ന് പറഞ്ഞ സിനിമ വന്ന സമയത്ത് സിനിമ ഭയങ്കര ഗംഭീര സിനിമയാണ്, സ്ക്രിപ്റ്റ് ഒക്കെ അടിപൊളിയാണെങ്കിലും ആദ്യത്തെ ഫസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ശോഭന ലാലേട്ടൻ കോംബോ ആയിരുന്നു. അതുപോലെ ഹൃദയപൂർവ്വത്തിലേക്ക് വരുന്ന സമയത്ത് നല്ല കാസ്റ്റും എല്ലാ സംഭവങ്ങളും ഒക്കെ ഓക്കെയാണ്. ആ പേരും നല്ല രസമുള്ള നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആകാൻ സാധ്യതയുള്ള പേരാണ്. അതിനേക്കാൾ ഉപരി ലാലേട്ടന്റെ ലുക്കിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. அந்த താടി இருந்தா ഏർക്കിടെ പ്രശ്നം ചോദിച്ചതിന് ശേഷം താടി ട്രിം ചെയ്തിട്ടാണ് ലാലേട്ടൻ വരുന്നത്. ലുക്കിലുള്ള മാറ്റങ്ങളുണ്ട്. എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു കോംബോ തന്നെയാണ്. സത്യൻ അന്തിക്കാട് ചെയ്തിട്ടുള്ള മുഴുവൻ സിനിമ എടുക്കുകയാണെങ്കിലും ലാലേട്ടൻ ചെയ്തിട്ടുള്ള സിനിമ എടുക്കുകയാണെങ്കിലും ഒരു ഫാമിലി കണക്ട് ആയിട്ടുള്ള ഒരു കുടുംബ ചിത്രം എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ലാലേട്ടനെ വെച്ച് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഗംഭീര സിനിമകളാണ്, നല്ല ഫീൽ ഗുഡ് മൂവീസ് ആണ്, നല്ല ഇമോഷൻ ക്യാരി ചെയ്യുന്ന നല്ല ഡെപ്തുള്ള കഥാപാത്രങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ലാലേട്ടന്റെ കംബാക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരം ഒരു പടം കൂടി വരുന്നു എന്നുള്ളത് ഇരട്ടി മധുരമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 90% ആളുകൾക്കും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. അപ്പൊ ഇന്നലെ അതിന്റെ പാക്കപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ലാലേട്ടൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് എ റാപ്പ്, സീ യു ഓൺ ദ ബിഗ് സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഫുൾ ആ ക്രൂ മെമ്പേഴ്സ് ഒക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോവും അതല്ലാതെ ക്ലാബ് ബോർഡ് വെച്ചിട്ട് പാക്കപ്പ് ചെയ്തിട്ടുള്ള സാധനമൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ റാപ്പിന് ശേഷം അല്ലെങ്കിൽ പാക്കപ്പിന് ശേഷം ഫസ്റ്റ് ഒഫീഷ്യൽ പോസ്റ്ററാണ് ഇവർ നമുക്ക് പുറത്തേക്ക് തന്നിരിക്കുന്നത്. ഇതാണ് ഒരു പക്ഷേ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറയാവുന്ന രീതിയിൽ ഒരു സാധനമാണ് തന്നിട്ടുള്ളത്. ആൻഡ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് വിത്ത് മൈ ഫേവറേറ്റ്സ് ബൈ മൈ സൈഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഹൃദയപൂർവ്വം ആശീർവാദ് സിനിമാസ്, ആന്റണി പെരുമ്പാവൂർ, സത്യൻ അന്തിക്കാട്, പിന്നെ വേറെ കുറെ ഉണ്ട്. തിരക്കഥ സോനു TP ആണ്, ഛായാഗ്രഹണം അനു മുത്തേടത്താണ്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരനാണ്. ഏത് ജസ്റ്റിൻ പ്രഭാകരൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. നല്ല രസമുള്ള നല്ല പാട്ടുകൾ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അഖിൽ സത്യനാണ് കഥ, സംവിധായകൻ അനൂപ് സത്യൻ, കല പ്രശാന്ത് മാധവ്, സൗണ്ടും മറ്റു പരിപാടികളും അനിൽ രാധാകൃഷ്ണൻ, സമീറ സനീഷ് വസ്ത്രാലങ്കാരം എന്ന് പറയുമ്പോൾ നല്ല രസമുള്ള കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അതല്ലാതെ ചിത്ര സംയോജനം K രാജഗോപാൽ, ചമയം പാണ്ഡ്യൻ, നിർമ്മാണ നിയന്ത്രണം ബിജു തോമസ്, ചിത്രങ്ങൾ അമൽ C സദർ, ഡിസൈൻസ് യെല്ലോ ടൂത്ത്സ്, മഞ്ഞപ്പല്ല്. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന് ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് ജന്മദിനാശംസ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററായിട്ടാണ് ഇവർ പുറത്തു വിട്ടിട്ടുള്ളത്. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ അണ്ണൻ മറ്റേ കഥാപാത്രം, എനിക്ക് പുള്ളിനെ കാണുന്ന സമയത്ത് കുറെ ആൾക്കാർ വിജയുടെ ഗോട്ടിലെ മറ്റേ പാട്ടുണ്ടല്ലോ, ആ കണ്ണൻ ഇങ്ങനെയൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെക്കൻ കിടലാണ്, നല്ല കിടലൻ കഥാപാത്രമാണ്. തുടരൂരാണെങ്കിലും സൂപ്പറാണ്. കുറച്ച് ടൈം ഉള്ളതിൽ ആ ടൈം സൂപ്പറായിട്ട് ചെക്കൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മാളവിക മോഹൻ പുള്ളിക്കാരി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള നായികമാരിൽ ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരിൻ്റെ അവിടെ. ആൻഡ് അവർ ഡിയറസ്റ്റ് മോഹൻലാൽ ലാലേട്ടന്റെ ഈ മൊത്തം കംപ്ലീറ്റ് ഇതിന്റെ വന്നിട്ടുള്ള സ്റ്റില്ലുകളെല്ലാം നല്ല രസമുള്ള, ലാലേട്ടനെ കാണുമ്പോൾ ഒരു രസം തോന്നുന്ന അങ്ങനത്തെ പോസ്റ്ററുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് ലൊക്കേഷൻ സ്റ്റില്ല് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് പോസ്റ്ററിലേക്ക് വരുമ്പോൾ സൂപ്പർ പോസ്റ്റർ. ഞാൻ ഈ പറഞ്ഞ ഒരു ഫീൽ ഗുഡ്, നമ്മൾ ഫീൽ ഗുഡ് മൂവി കാണുമ്പോൾ എങ്ങനെയാണ്, നല്ല കളർഫുൾ ആയിരിക്കും, ഡ്രസ്സും അങ്ങനെ തന്നെ നല്ല കളർഫുൾ ആയിരിക്കും, എല്ലാവരുടെയും മുഖത്തൊരു വാം, ഒരു ഹാപ്പി ജോയ്ഫുൾ ഒരു ആറ്റിറ്റ്യൂഡ് വരായിരിക്കും മൊത്തത്തിൽ എല്ലാവർക്കും. ആൻഡ് അതിൻ്റെ സറൗണ്ടിങ്സ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, നമ്മുടെ കടലാസ് പൂവ്, അതിൻ്റെ ഒരു പച്ചപ്പ്, ആ പോകുന്ന വഴിക്കൊരു ഭംഗിയുണ്ട്. അല്ലെങ്കിൽ മൊത്തത്തിലൊരു മനോഹരമായൊരു കഥ കേൾക്കുന്ന പോലെ, നമുക്ക് മനസ്സിന് ഇഷ്ടം തോന്നുന്ന, സന്തോഷം കിട്ടുന്ന ഒരു കഥ കേൾക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സിനിമയാകാൻ സാധ്യതയുണ്ട് ഹൃദയപൂർവ്വം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം എന്തുകൊണ്ടോ സത്യൻ അന്തിക്കാട് ലാലേട്ടൻ പടം വരുമ്പോൾ എന്തുകൊണ്ടോ അങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്. ആൻഡ് അത് വിചാരിച്ച് അങ്ങനെ തന്നെ പടം തരണം എന്നല്ല, എന്താണോ ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്താണോ കഥാകൃത്തൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് നമ്മളിലേക്ക് തരിക, നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് മൂവി വരണം എന്ന് പേഴ്സണലി ആഗ്രഹിച്ചിരിക്കുന്നു. അത് ലാലേട്ടൻ്റെ ഒരു ഫീൽ ഗുഡ് മൂവി വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയമാണ്. ഫീൽ ഗുഡ് മൂവി എന്ന് മാത്രം പറഞ്ഞൊരു ഫാമിലി പടം എന്ന് മാത്രം പറഞ്ഞ് പറ്റിച്ച് തരൻ മൂർത്തി ഒരു ഗംഭീര ത്രില്ലർ പടം നമ്മുടെ മുമ്പിലേക്ക് തന്നപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫാമിലി എന്റർടൈനർ ആവാം എന്നുള്ളൊരു
തോന്നലുണ്ട്. അപ്പൊ എന്തായാലും ഹൃദയപൂർവ്വം എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ഇതിനോടനുബന്ധിച്ച് ലാലേട്ടന്റെ ഈ ഒരു ജന്മദിനത്തിനോട് അനുബന്ധിച്ച് 2 അപ്ഡേറ്റുകൾ വന്നിട്ട്, ഒന്ന് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയാണ്. സത്യം പറയില്ല, ലാലേട്ട ലോക പൊട്ടത്തരാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആകെ സന്തോഷം നിങ്ങൾ അതിൽ കുറച്ച് നേരമുള്ള ഒരു ക്യാമിയോ മാത്രമാണ്, എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് പറയുന്നു. എന്നാൽ വീണ്ടും അവർ കുറച്ച് നേരമുള്ള ഒരു 10-15 മിനിറ്റ് മാത്രം വരുന്നൊരു ക്യാമിയോ എന്ന രീതിയിൽ വീണ്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട് സമാധാനം. ആൻഡ് അവരൊരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരാൻ, അവിടെ വെക്കുന്നില്ല. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും, അല്ലെങ്കിൽ സൗണ്ട് ഇല്ലാതെ വേണമെങ്കിൽ സൈഡിൽ വെക്കാം. കാരണം അതായിട്ട് വരികയാണ്, ഒരു ഭയങ്കര മ്യൂസിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെറുതെ ക്യാമറ വെച്ചിട്ട് ഒരു ഫോട്ടോ, ഒരു ജസ്റ്റ് ഒരു മൊബൈലിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടാവും, അങ്ങനെ അത് ക്ലോസ് ചെയ്തിട്ട് ദൂരത്തുനിന്നും പിന്നെ ചാടി ഇങ്ങനെ വരുമ്പോൾ ഇറങ്ങി പോകും. എന്ന് വെച്ചാൽ ഫാസ്റ്റ് കട്ട്. എന്തൊരു ബോറാണെന്ന് അറിയൂ അത് കാണും. അത് പണ്ടത്തെ ഏതോ ഒന്നും അറിയാത്ത ഒരാൾ സിനിമ എടുത്ത പോലെയും മോഹൻലാലിനെ പോലെ ഒരു നടനൊക്കെ വെച്ചിട്ട് ഒരു സ്ക്രീൻ പ്രസൻസ് ഉള്ള സാധനം കൊടുക്കണ്ടേ, ലുക്കേ മോശം. മറ്റേ ഇവര് പറഞ്ഞ തന്തേക്കാൾ മോശം പറഞ്ഞല്ലേ, അത് എന്താണ് പുള്ളി പറഞ്ഞത്, എനിക്ക് ആ ഡയലോഗ് ഓർമ്മയില്ല. അപ്പോ എന്തെന്തൊരു ഡയലോഗ് ഉള്ളത്, യോ അറിയുന്നവരൊന്ന് കമന്റ് രേഖപ്പെടുത്തു. ഈ ഫേമസ് ഡയലോഗാണ് ആ ഡയലോഗ്. ഷോ ഓക്കെ. അപ്പൊ എന്തായാലും അതുപോലെയാണ് ചെയ്തു വെച്ചേക്കണത്. ആൻഡ് കണ്ണപ്പ സിനിമയിൽ പൈസ ഒന്നും മേടിക്കാതെ ലാലേട്ടൻ അഭിനയിക്കുന്നത്. കുറെ ആളുകൾ പുറകിൽ നിന്ന് കുത്താൻ നിൽക്കുന്ന ആളുകൾ ആ പടം ഇറങ്ങിയിട്ട് ലാലേട്ടനെ നോക്കാൻ നടക്കുന്നുണ്ട്. ബട്ട് അത് ആ വെള്ളം ഇറക്കി വെക്കേണ്ടി വരും, കാരണം അത് ലാലേട്ടൻ പടമായിട്ട് കാണരുത്. എന്താണ് മഞ്ജുമോഹനോ അങ്ങനെ എന്താണ് പുള്ളിന്റെ പേര്. അപ്പൊ എന്തായാലും അതല്ലാതെ അടുത്തൊരു അപ്ഡേറ്റ്, ഗംഭീര അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ബബ്ബ എന്ന് പറയുന്ന ഭയം ഭക്തി ബഹുമാനം ദിലീപേട്ടൻ്റെതായിട്ട് ഏറ്റവും പുതിയതായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ്. അതിൽ ഒരു പ്രധാന നോ മോർ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. ആൻഡ് ആ സിനിമയുടെ ഡയറക്ടർ ഇന്നാണോ ഇന്നലെയാണോ ഒരു പോസ്റ്റർ വിട്ടിട്ടുണ്ട്, ഒരു കൈയിന്റെ അവിടെ ഒരു വെറൈറ്റി മുദ്രയ്ക്കുള്ള ഒരു മോതിരം ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് പറഞ്ഞത്. ലാലേട്ടൻ ഇതൊരു ക്യാമിയോ ഉണ്ടോ എന്നുള്ളത് ഭയങ്കരമായിട്ട് പറഞ്ഞു കിട്ടുന്ന ഒരു ഡയലോഗാണ്, ഭയങ്കരമായിട്ട് പറഞ്ഞു കിട്ടുന്ന റൂമറാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റ് പുള്ളിയിട്ടോട് കൂടി അത് ഏകദേശം ഒരു 99% ഉറപ്പിച്ചിരിക്കുന്ന ആരാധകർ എന്ന് വേണം പറയാം. ഒഫീഷ്യൽ ലാലേട്ടൻ ഇതിലുണ്ടെന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അതുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് കൈ മാത്രം കൊടുത്തൊരു സസ്പെൻസ് ക്രിയേറ്റ് പോലെ സാധാ മോഹൻലാലിന്റെ കൂടെ ഉള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു ഫോട്ടോ ഇട്ട് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്നിടേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതൊരു പുതിയ പടത്തിന്റെ പോസ്റ്ററോ അതേപോലെ പോസ്റ്ററോ ഒക്കെ റീഷെയർ ചെയ്തിട്ടോ റീപോസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് സസ്പെൻസ് പോലെ ഒരു കാറിൽ നിന്ന് അല്ലെങ്കിൽ വണ്ടിയിൽ കൈ മാത്രം പുറത്തേക്ക് ഇട്ട മോതിരവും ലാലേട്ട കൈയാണ് കണ്ടെത്താൻ അറിയാം, മനോഹരമായ കൈകൾ. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ കൊടുക്കുന്നത് അതിന് തന്നെയാണ്. പുള്ളിക്കൊരു രസം, ലാലേട്ടൻ കിട്ടിയ ആൾക്കാർ രസമില്ലാത്തത് എന്തും ചെയ്തുകൂടെ, അഹങ്കരിക്കാം, വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിനുള്ള ആളുണ്ട്, ഓക്കെ, സമ്മതിച്ചു. എന്തായാലും ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ശേഷം പല നെഗറ്റീവ്സും പല മിക്സഡ് റിവ്യൂസും പറയുന്നതിലും പടം ഹിറ്റാണ്. അതിനുശേഷം ഒരു വലിയ ഹിറ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. ലാലേട്ടനും കൂടി ഉണ്ടെങ്കിൽ അത് ഗംഭീരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഈ 3 പടങ്ങളുടെ അപ്ഡേറ്റുകളാണ് ബർത്ത്ഡേ പ്രമാണിച്ച് നിലവിൽ വന്നിട്ടുള്ളത്. അതല്ലാതെയും പല പടങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, പക്ഷേ ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട.